English Today 16ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. It's me Muhammad Safvan. Welcome to the English Today. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടാണ് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ട് ആ ക്ലാസ്സുകളൊക്കെ കാണുക. എല്ലാ ക്ലാസ്സിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും കണ്ടു പഠിച്ചതിന് ശേഷം മാത്രം പറയുന്നത് അടുത്ത ക്ലാസ്സുകൾ കാണുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാവ് ഹാസിന്റെ രീതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് ഒരു കാറുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ട്, വീടുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇല്ല എന്നുള്ളൊരു രീതിയാണ്. എനിക്ക് കാറുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കാറില്ല എന്ന് പറയണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ക്ലാസ് ഉണ്ട്, എനിക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഇല്ല എന്നുള്ളത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ്. അത് ഒന്ന് എന്ന് പറയുന്നത് ഡു നോട്ട് എന്നുള്ളതാണ്, രണ്ടാമത്തെ ഡസ് നോട്ട് എന്നുള്ളതാണ്. ഡസ് നോട്ട് ഇതിന് രണ്ടിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് പറയാൻ പറ്റും. ഡു നോട്ടിനാന്ന് പറയുന്നത് ഡോണ്ട് എന്നും അതുപോലെ തന്നെ ഡസ് നോട്ടിനാ ഡസിന്റെ എന്നും പറയാൻ പറ്റുന്നതാണ്. അപ്പം അത് ഏതെല്ലാം വരിക എന്ന് വെച്ചാൽ ഡു നോട്ട് വരിക നമ്മൾ ഒന്നിൽ കൂടുതലുള്ള ആളുകളെ സൂചിപ്പിക്കുന്ന കാര്യത്തിനാണ്. അത് കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അതൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഫോമും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ദേവി എന്നുള്ളതാണ്. അയ്യോ ദേവി നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയ അയ്യോ ദേവി, ഐ യു ദേവി എന്നുള്ള കാര്യങ്ങളാണ് ഡോണ്ടിന്റെ കൂടെ വരിക. ഡോണ്ട് ഈ കാര്യങ്ങളാണ് ഒന്നിൽ കൂടുതലുള്ള ആളുകളെ സൂചിപ്പിക്കുന്നത്. ഐന നമ്മൾ പറഞ്ഞതാണ്, ഐന എന്നാൽ ഒന്നിൽ കൂടുതലുള്ള ആളുകളിലേക്കാണ് സൂചിപ്പിക്കുക. അതിന്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് നിങ്ങൾ എന്നാണ് പറയുക. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ദേ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ, അവർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ്. വി എന്ന് പറയുന്നത് നമ്മൾ ഒന്നിൽ കൂടുതലുള്ള ആളുകളാണ്. ഐ എങ്ങനെയാണ് ഒന്നിൽ കൂടുതലുള്ള ആളിലേക്ക് വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എന്ന് പറയുന്നത് ഒന്ന്, അത് മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. ഐ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് ഒരാളാണ്. പക്ഷെങ്കിൽ ഇംഗ്ലീഷില് അതിനാന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള ആളുകളിലേക്കാണ് അതിനെ ചേർത്തിരിക്കുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ എന്ന് പറയുന്ന പ്ലൂരൽ എന്നും അതുപോലെ തന്നെ ഒന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിനെ സിംഗുലർ എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയത് ഒരാള് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാവ് എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ ഹാസ് എന്നുള്ളത് ഒരാളെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഡു എന്നുള്ളത് ഒന്നിൽ കൂടുതലുള്ള ആളുകളെ സൂചിപ്പിക്കാനും അതുപോലെ തന്നെ ഡസ് നോട്ട് എന്നുള്ളത് ഒന്നിൽ ഒരാളെ സൂചിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെയും നമുക്ക് ഹാവ് വരുവുള്ളൂ, പക്ഷെ ഹാസ് വരൂല. ഡോണ്ട് ഹാവ് ആണ് വരിക. അതുപോലെ തന്നെ ഡസിന്റെ ഹാവ്, ഡസ് നോട്ടിന്റെ ഷോർട്ടാണ് ഡസിന്റെ ഹാവ് എന്നീ കാര്യങ്ങളാണ് വരിക. ഇവിടെ എന്ന് പറയുന്നത് നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് ഹാസിന്റെ ആവശ്യമില്ല. ഇവിടെ ഹാസ് വരില്ല. നെഗറ്റീവിന്റെ കാര്യത്തിൽ നമുക്ക് ഹാസ് വെക്കേണ്ട ആവശ്യമില്ല. അതെന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ എന്ന് പറയുന്നത് ഒരാളെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ, പ്ലൂരൽ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള ആളുകൾ, ഒന്നിൽ കൂടുതലുള്ള ആളുകളെ സൂചിപ്പിക്കുന്നതാണെങ്കിലും നമുക്ക് എന്ന് പറയുന്നത് ഹാസിന്റെ ആവശ്യമില്ല, ഹാവിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് അതിന്റെ ഉദാഹരണ സഹിതം പഠിക്കാം. എനിക്ക് ക്ലാസ് ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും. എനിക്ക് ക്ലാസ് ഇല്ല. ഐ ഡോണ്ട്, ഐ ചേർന്നത് എനിക്ക്, ഐനാന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള ആളുകളിലേക്കാണ് ചേർക്കുക. ഐ ഡോണ്ട് ഹാവ് എ ക്ലാസ്, എനിക്ക് ക്ലാസ് ഇല്ല. ആദ്യം എന്ന് പറയുന്നത് ഐ ചേർക്കുക, രണ്ടാമത് എന്ന് പറയുന്നത് ഡോണ്ട്, ഡിനോട്ടിന്റെ ഷോർട്ടാണ് ഡോണ്ട് ചേർക്കുക, മൂന്നാമത് എന്ന് പറയുന്നത് ഹാവ്, നാലാമത് എന്താണോ വസ്തുക്കള് അത് ചേർക്കുക. ഐ ഡോണ്ട് ഹാവ് ക്ലാസ്, എനിക്ക് ക്ലാസ് ഇല്ല എന്ന് പറയും. അപ്പം അവൾക്ക് ക്ലാസ് ഇല്ല എന്നെങ്ങനെ പറയും? ഷീ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിന്റ് ഹാവ് ക്ലാസ്. ഷീ ഡസിന്റ് ഹാവ് ക്ലാസ്. ഷീ ഫസ്റ്റ് എന്ന് പറയുന്നത് അവളെ ചേർക്കുക, രണ്ടാമത് എന്ന് പറയുന്നത് ഇപ്പം ഡസ്, ഇപ്പൊ എന്ന് പറയുന്നത് ഒരാളായതുകൊണ്ടാണ് ഷീ എന്ന് പറയുന്നത് ഒരാളെയാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഡസ് ചേർക്കുന്നത്. പിന്നെ അടുത്തത് വരുക എന്ന് പറയുന്നത് ഹാവ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ ഹാസ് അല്ലേ വേണ്ടത്, അവിടെ ഹാസ് അല്ല വേണ്ടത് എന്ന് പറയുന്നത് ഹാവ് ആണ്. കാരണം ഡസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ വരിക എന്ന് പറയുന്നത് ഹാവ് മാത്രമായിരിക്കും. നമുക്കതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. കൂടാതെ അവസാനം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്ത കാര്യങ്ങളും അതുപോലെ ഈ ക്ലാസ്സിലെ കാര്യങ്ങളും ചേർത്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു കാര്യം പറയുക എന്നുള്ളതും, ഒരു കാര്യം ഉണ്ട് എന്ന് പറയുക എന്നതും
അതുപോലെ തന്നെ എനിക്ക് ഇല്ല എന്ന് പറയുക എന്നതും കൃത്യമായിട്ട് പഠിക്കാം. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവസാനം വരെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും എന്ന് പറയുന്നത് നിങ്ങളെ ഹാവ്, ഹാസ്, അതുപോലെ തന്നെ ഡു, ഡസ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഡു ചേർത്തിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് ബൈക്കില്ല എന്നങ്ങനെ പറയാം. ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക്. എനിക്ക് ബൈക്കില്ല. അവർക്ക് എന്ന് പറയുന്നത് കാറില്ല എന്നങ്ങനെ പറയാം. ദേ ഡോണ്ട് ഹാവ് എ കാർ. അവർക്ക് എന്ന് പറയുന്നത് കാറില്ല. ഞങ്ങൾക്ക് ജോലിയില്ല എന്നങ്ങനെ പറയാം. വി ഡോണ്ട് ഹാവ് എ ജോബ്. വി ഡോണ്ട് ഹാവ് എ ജോബ്. ഞങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു ജോലി ഇല്ല എന്ന് പറയും. അവർക്ക് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ഇല്ല. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി പരിചയം ഇല്ല എന്നങ്ങനെ പറയാം. ദേ ഡോണ്ട് ഹാവ് ആൻ എക്സ്പീരിയൻസ്. ആന് എങ്ങനെയാ വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ കഴിഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആൻ എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കടുത്തത് ഡസ് നോട്ട് ചേർത്തിട്ടുള്ള ഉദാഹരണം നോക്കാം. അതല്ലെങ്കിൽ ഡസിന്റെ എന്ന് ഷോർട്ടാക്കിയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇത് എന്ന് പറയുന്നത് ഒരു വ്യക്തികളാണെങ്കിൽ, പ്രവൃത്തി ചെയ്യുന്നത് ഒരാളാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ നമ്മൾ ചേർക്കുക എന്ന് പറയുന്നത് ഡസിൻഡ് എന്നുള്ളതാണ്. ഇപ്പൊ നെഗറ്റീവായിട്ട് കാര്യം പറയുമ്പോൾ നമ്മൾ ഡസിൻഡ് എന്നുള്ളതാണ് ചേർക്കുക. അവൾക്ക് എന്ന് പറയുന്നത് ബൈക്ക് ഇല്ല എന്നങ്ങനെ പറയാം. അവൾക്ക് ബൈക്കില്ല. ഷീ ഡസ് നോട്ട് ഹാവ് എ ബൈക്ക്. അവൾക്ക് ബൈക്കില്ല എന്നാണ് പറയുന്നത്. അവൾക്ക് എന്ന് പറയുന്നത് പ്രശ്നമില്ല എന്നങ്ങനെ പറയാം. ഷീ ഡസ് നോട്ട് ഹാവ് പ്രോബ്ലം. ഷീ ഡസ് നോട്ട് ഹാവ് എ പ്രോബ്ലം. അവൾക്ക് എന്ന് പറയുന്നത് പ്രശ്നമില്ല എന്നാണ്. അജ്മലിന് എന്ന് പറയുന്നത് പനിയില്ല എന്നങ്ങനെ പറയാം. അജ്മലിന് പനിയില്ല. അജ്മൽ ഡസ് നോട്ട് ഹാവ് എ ഫീവർ. ഫീവർ എന്നുള്ളതാണ് പനി. അജ്മൽ ഡസ് നോട്ട് ഹാവ് എ ഫീവർ. അജ്മലിന് പനിയില്ല എന്ന് പറയും. അവന് എന്ന് പറയുന്നത് ഒരു സ്വപ്നമില്ല എന്നങ്ങനെ പറയാം. അവനൊരു സ്വപ്നമില്ല. ഹി ഡസ് നോട്ട് ഹാവ് എ ഡ്രീം. അവനൊരു സ്വപ്നമില്ല എന്ന് പറയും. അവന് എന്ന് പറയുന്ന ഒരു ലക്ഷ്യമില്ല എന്നങ്ങനെ പറയാം. ലക്ഷ്യം എന്ന് പറയുന്നത് എയിം എന്ന് പറയാം. അവന് ഒരു ലക്ഷ്യമില്ല എന്നങ്ങനെ പറയാം. ഹി ഡസ് നോട്ട് ഹാവ് എ ആൻ എയിം. ആൻ എന്ന് പറയുന്നത് ചേർപ്പ് എ വന്നത് കൊണ്ടാണ് നമ്മൾ ആന് ചേർക്കുന്നത്. ഹി ഡസ് നോട്ട് ഹാവ് ആൻ എയിം. നമുക്കടുത്ത് എന്ന് പറയുന്നത് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള, കൂടാതെ എന്ന് പറയുന്നത് നമ്മളെ നിത്യജീവിതത്തിൽ നടന്ന കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. എനിക്കൊരു പ്രശ്നമില്ല എന്നങ്ങനെ പറയാൻ പറ്റും. എനിക്കൊരു പ്രശ്നമില്ല. നമ്മൾ നോർമലായിട്ട് പറയുന്നതാണ് എനിക്കൊരു പ്രശ്നമില്ല എന്ന്. അപ്പോൾ അതെങ്ങനെ പറയാം? ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. എനിക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല എന്നങ്ങനെ പറയാം. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല. വി ഡോണ്ട് ഹാവ് എ ക്ലാസ് ടുമോറോ. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല. അപ്പോൾ നമ്മൾ പൊതുവെ പറയും അവന് സാമാന്യ ബോധമില്ല എന്ന് പറയും. അവന് സാമാന്യ ബോധമില്ല. ഹി ഡസ് നോട്ട് ഹാവ് കോമൺ സെൻസ്. ഹി ഡസ് നോട്ട് ഹാവ് കോമൺ സെൻസ്. സാമാന്യ ബോധം ഇല്ല എന്നുള്ളതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ഹി സിംഗുലർ ആയതുകൊണ്ടാണ്, ഈ ഒരാളായതുകൊണ്ടാണ് അവിടെ എന്ന് പറയുന്നത് ഡസ് നോട്ട് ചേർത്തത്. ഡസ് നോട്ടോ അല്ലെങ്കിൽ ഡസിൻ്റോ നമുക്ക് പറയാവുന്നതാണ്. അവൾക്ക് നാണയില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? അവൾക്ക് നാണയില്ല. ഷീ ഡസ് നോട്ട് ഹാവ് എ ഷെയിം. ഷീ ഡസ് നോട്ട് ഹാവ് എ ഷെയിം. അവൾക്ക് നാണം ഇല്ല എന്ന് പറയാം. എനിക്കത് ചെയ്യാൻ ഒരു താല്പര്യവുമില്ല എന്നങ്ങനെ പറയാം. താല്പര്യത്തിന് ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. എനിക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഐ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ടു ഡു ഇറ്റ്. ടു എന്ന് പറഞ്ഞാൽ കാൻ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ടു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ. ഇറ്റ് എനിക്ക് അത് ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. എൻ്റെ അടുത്ത് പൈസയില്ല എന്നങ്ങനെ പറയാം. എൻ്റെ അടുത്ത് ഒരു പൈസയില്ല എന്നങ്ങനെ പറയാം. ഐ ഡോണ്ട് ഹാവ് എനി മണി. എൻ്റെ അടുത്ത് ഒരു പൈസയില്ല. ഇനി എന്നുള്ളതാണ് ഒന്നും എന്നുള്ള രീതിയിലായിട്ട് വരുന്നത്. എനിക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല എന്നങ്ങനെ, എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പാഴാക്കാൻ സമയമില്ല എന്നങ്ങനെ പറയാം. ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. ടു വേസ്റ്റ് നടക്കാൻ, പാഴാക്കാൻ എനിക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല എന്നങ്ങനെ. അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഷീ ഡസ് നോട്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്. അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അബൌട്ട് എന്ന് പറയുന്നത് കുറിച്ച് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചതാണ് ഇറ്റ്, അതിനെക്കുറിച്ച്. ഷീ ഡസ് നോട്ട് ഹാവ് എനി ഐഡിയ അബൌട്ട് ഇറ്റ്. നിങ്ങൾ ഇതുപോലെ സ്വന്തമായിട്ട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പിന്നെ അത് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, സ്വന്തമായിട്ടൊരു 5 എക്സാമ്പിളെങ്കിലും ഉണ്ടാക്കിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ന് പറയുന്നത് ഇതൊരിക്കലും മറന്നു പോകില്ല, നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്തത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം പഠിച്ചത്
എനിക്ക് ഇല്ല എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്ന് പറയുന്നത് എനിക്കുണ്ട്, എനിക്കൊരു കാര്യം ഉണ്ട് എന്നുള്ള രീതിയാണ് പഠിച്ചത്. അത് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് എന്നങ്ങനെ പറയാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഐ ഹാവ് എ ഫ്രണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഐ ഹാവിൻ്റെ കാര്യം. ഐ ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു ഫ്രണ്ട്, എനിക്കൊരു സുഹൃത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതേ കാര്യം നമുക്ക് നെഗറ്റീവ് ആക്കുന്നതാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. എന്ന് വെച്ചാൽ എനിക്ക് ഫ്രണ്ട് ഇല്ല എന്നങ്ങനെ പറയാം. ഐ ഡോണ്ട് ഹാവ് എ ഫ്രണ്ട്, എനിക്കൊരു സുഹൃത്ത് ഇല്ല എന്ന് പറയാം. ഓക്കെ, നമുക്കെന്ന് പറയുന്നത് അവളെ ചേർത്തിട്ട് പറയാം. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നങ്ങനെ പറയാം. ബോയ് ഫ്രണ്ട് എന്നാൽ കാമുകനുണ്ട് എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട്. ഷീ എന്നുള്ളത് ഒരാളായതുകൊണ്ടാണ് ഹാസ് ചേർത്തത്. അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഷീ ഹാസ് എ ബോയ് ഫ്രണ്ട്, അവൾക്ക് ഒരു കാമുകൻ ഉണ്ട്. അപ്പം അവൾക്ക് കാമുകൻ ഇല്ല എന്നങ്ങനെ പറയാം. ഷീ ഡസിൻറ്റ് ഹാവ് എ ബോയ് ഫ്രണ്ട്, അവൾക്ക് ഒരു കാമുകൻ ഇല്ല എന്നാണ് പറയുന്നത്. അടുത്തൊരു ഉദാഹരണം നോക്കാം. അവന് ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് എന്നങ്ങനെ പറയാം. വാഹനങ്ങൾക്ക് നടന്ന വെഹിക്കിൾസ് എന്നാണ് പറയുക. അവന് ഒരുപാട് വാഹനങ്ങളുണ്ട്. ഹി ഹാസ് മെനി വെഹിക്കിൾസ് എന്ന് പറയും. അവൻ നെഗറ്റീവായിട്ട് പറയാണ്, അവന് വാഹനങ്ങളൊന്നും ഇല്ല എന്ന്, ഒരു വാഹനവും ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, ഹി ഡസിൻറ്റ് ഹാവ് എനി വെഹിക്കിൾസ്, അവന് ഒരു വാഹനവും ഇല്ല എന്നാണ് പറയുന്നത് അതിൻ്റെ നെഗറ്റീവ്. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. അവന് നല്ല ഒരു ജോലിയുണ്ട് എന്നങ്ങനെ പറയാം. അവന് നല്ലൊരു ജോലിയുണ്ട്. ഹി ഹാസ് എ ഗുഡ് ജോബ്, അവന് നല്ലൊരു ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ട് പറയുകയാണ് അവനിക്ക് നല്ല ജോലി ഇല്ല എന്ന് പറയുന്നത്. ഹി ഡസിൻറ്റ് ഹാവ് എ ഗുഡ് ജോബ്, അവന് നല്ല ഒരു ജോലി ഇല്ല. ഇതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ളത് ഉണ്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇല്ല എന്ന് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ സംസാര ഭാഷയിൽ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഉദാഹരണം കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരാളാണെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിലും ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇല്ല എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ ഹാസ് ചേർക്കേണ്ട ആവശ്യമില്ല. അവിടെ ഹാവ് ചേർത്താൽ മതി. ഡസിൻ്റെ ഹാവ്, അതുപോലെ തന്നെ ഡോണ്ട് ഹാവ്. ഡസിൻ്റെ ഹാസ് ചില ആൾക്കാരോട് ചേർത്ത് പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ നെഗറ്റീവായിട്ടുള്ളതും ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഇല്ല എന്നുള്ളതും കൃത്യമായിട്ട് ഞാൻ ഇവിടെ ഉദാഹരണ സഹിതം ഇതിലും ഞാൻ ചേർത്ത് പറഞ്ഞു തന്നത്. ഇതിൻ്റെ കൂടെ ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ കമൻറ്റിൽ അറിയിക്കാം. അതല്ല എങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. വാട്സപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് നല്ലൊരു ടീച്ചർ ആവാൻ സ്വപ്നമുണ്ട്, അവൾക്ക് നല്ലൊരു ടീച്ചർ ആവാൻ സ്വപ്നമില്ല. എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ നല്ല ആശയമുണ്ട്, എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ നല്ല ആശയമില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ കമൻറ്റിൽ അറിയിക്കാം. അതുപോലെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കും അയച്ചു തരാവുന്നതാണ്. എന്താണോ മിസ്റ്റേക്ക് അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാം. കൂടാതെ എന്ന് പറയുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണോ സംശയം, എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.